ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഡ്ജ് ടെക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു പെട്ടെന്ന് ലോഗോ ഉണ്ടാക്കാതിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ മൊബൈലിൽ പെട്ടെന്ന് എങ്ങനെ ഒരു ലോഗോ ഉണ്ടാക്കാതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക. അപ്പം നേരെ തന്നെ വീട്ടിലേക്ക് പോകാം. അപ്പം ഞാൻ ആ ലോഗോ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ പിക്സൽ ലാബാണ്. ഇപ്പോൾ പലർക്കും അറിയാവുന്ന ആപ്പ് തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ സാധനമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ ന്യൂ ടെസ്റ്റ് എന്നൊരു സാധനം വേണ്ട, അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു ഇമേജ് കൊണ്ടുവരണം. ഓക്കെ, ഞാനിപ്പോൾ ലോഗോ ഉണ്ടാക്കുന്നപ്പോൾ ലോഗോയുടെ ഇമേജ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് എടുക്കണം. അപ്പോൾ ഫ്രണ്ട് ഗാലറി എടുത്തിട്ട് ഓക്കെ, ഈ ഇമേജാണ് AS എന്നാണ് ഈ ലോഗോ. അപ്പം ഇപ്പം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ വരും. ഓക്കെ, അതിനായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് കട്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനായിട്ട് റിമൂവ് PG എന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതെടുത്തിട്ട് അപ്ലോഡ് അടിക്കണം. അപ്ലോഡ് ഇമേജ് എടുക്കണം. ഓക്കെ, അതിനകത്ത് അപ്ലോഡ് അടിച്ചിട്ട് ബ്രൗസ് എടുക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഏത് ഫോൾഡറാണോ വെച്ചേക്കുന്നത് ആ ഫോൾഡർ എടുത്തിട്ട് ഓക്കെ, അപ്പോൾ ആ ഇമേജ് എടുത്തിട്ട് എടുക്കുമ്പോൾ തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്ന കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളപ്പം റിമൂവ് ബാക്ക്ഗ്രൗണ്ടായി. ഓക്കെ, ഇനി ഡൗൺലോഡ് അടിച്ചാൽ മതി. എന്നിട്ട് ഇത് ആദ്യം ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഇമേജ് കൊണ്ടുവരിക. സൈസൊക്കെ കട്ടാക്കിയതിന് ശേഷം ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂസ് ടെക്സ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാ നെയിം എന്ന് വെച്ചാൽ അതങ്ങ് ടൈപ്പ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇപ്പം ഞാൻ അക്ഷയ് എസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനിപ്പോൾ ആ സ്റ്റൈലൊന്ന് മാറ്റുവാണ് എഴുതിയിരിക്കുന്നതിൻ്റെ. അപ്പോൾ അതിനകത്ത് ഫൗണ്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇടുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഫൗണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ സൈസ് ഒന്നൊക്കെ വലുതാക്കി നോക്കുക. ഓക്കെ, ഇനി അതിനകത്ത് കളർ മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്കാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ബ്ലാക്ക് എടുത്തു. ഓക്കെ, അടുത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഷാഡോ എഫക്റ്റാണ്. ഇത് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഷാഡോ എഫക്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ, നീലയാണ് കൊടുക്കുന്നത് കളറ്. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്നത് ലെന്തിൻ്റെ എഴുതിയേക്കുന്നതിൻ്റെ ലെന്ത് ഒന്ന് കൂട്ടാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, മതി, അത്ര മതി. ഇനി ഓക്കെ അടിക്കാം. അപ്പോൾ കണ്ടോ, കുറച്ചുകൂടെ ലെന്ത് കൂടുതൽ കണ്ടോ. ഓക്കെ, അതിൻ്റെ സൈസൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കുക. ഓക്കെ, അതിന് ശേഷം ഈ ഇമേജ് ഒന്ന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഓക്കെ, റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജ് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എക്സ്പോർട്ട് അടിക്കുക. എന്നിട്ട് സേവ് ടു ഗാലറി. അത് കായോന്ന് നോക്കാനായിട്ട് ഞാനിപ്പം ഇൻസ്റ്റോൾ എടുക്കുന്നുണ്ട്. ഒരു വീഡിയോയിൽ അതൊന്ന് ആ ലോഗോ ഒന്ന് ചേർത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് വീഡിയോ എടുക്കുക. എന്നിട്ട് ന്യൂ അടിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ആ സ്റ്റിക്കറുണ്ട്. ഓക്കെ, അതെടുക്കുക. എടുത്തിട്ട് ഇമേജ് എടുക്കുക. അതിനകത്ത് ന്യൂ അടിച്ചാൽ മതി. ഓക്കെ, അപ്പം വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആ സൈസൊക്കെ ചെറുതാക്കിയിട്ട് ഓക്കെ, കണ്ടോ AS എന്ന് കണ്ടോ ലോഗോ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടിച്ചാൽ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ ലോഗോയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.